ഞാൻ ഇംഗ്ലീഷ് പഠിച്ച രീതിയിലൂടെ നിങ്ങൾക്കും ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ള തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള മാർഗ്ഗങ്ങൾ, പ്രത്യേകിച്ചും എൻ്റെ ജേർണലിസം പഠന കാലഘട്ടത്തിൽ, അതായത് മുൻപുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഞാൻ ജേർണലിസം പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്ന സമയത്ത് അന്ന് ഇംഗ്ലീഷ് ജേർണലിസത്തോട് താല്പര്യം വരികയും ഇംഗ്ലീഷ് ലാംഗ്വേജ് കീഴടക്കുക എന്നുള്ള ഒരു ആവശ്യം എൻ്റെ മുമ്പിൽ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ മേഖലയിൽ കുറേ റിസർച്ചുകൾ നടത്തുന്നതും എനിക്ക് എൻ്റെ ലാംഗ്വേജ് മെച്ചപ്പെടുത്താനായിട്ട് പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. അതിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രാക്ടിക്കലായിട്ട് തോന്നിയിട്ടുള്ള മാർഗ്ഗം, പിന്നീട് ഞാനൊരു അധ്യാപകൻ എന്ന നിലയിലേക്ക് വന്നപ്പോൾ ഞാൻ പഠിച്ച ഈ മാർഗ്ഗം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായി അത് ചിട്ടപ്പെടുത്തുകയും പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോഴ്സ് നടത്തുകയും ചെയ്തു. അത് വളരെ വിജയകരമായിരുന്നു. പിന്നീട് ആ കോഴ്സിൻ്റെ ഓരോ ബാച്ചുകൾ നമ്മൾ തുടർന്നു വന്നു. ഇപ്പോൾ അതിൻ്റെ 8ാമത്തെ ബാച്ച് ഇതാ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അക്കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ബ്രിസ്റ്റൂസ് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന ആ കോഴ്സ്? ഞാൻ ഏത് തരം മെത്തേഡാണെന്ന് ഫോളോ ചെയ്തത്? ആ പ്രാക്ടിക്കൽ മെത്തേഡ് എന്താണെന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാം. എന്താണ് ഇത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത? ഇതുകൊണ്ട് എന്ത് ഇംഗ്ലീഷ്, എന്ത് ലാംഗ്വേജ്, എന്ത് കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് കാണുക. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റം സൃഷ്ടിക്കാൻ സാധ്യമാവുന്ന ഒരു മാർഗം നിങ്ങൾക്ക് ലഭിക്കുകയായിരിക്കാം. ഞാൻ ഫോളോ ചെയ്ത ആ മാർഗം എന്താണെന്നും അത് ബേസ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ഈ കോഴ്സ് എന്താണ് എന്നുള്ളതും നമുക്ക് പരിശോധിക്കാം. വാട്ട് ഈസ് ബ്രിസ്റ്റൂസ് ഇംഗ്ലീഷ് മാസ്റ്ററി? നമ്മുടെ ഈ കോഴ്സിൻ്റെ പേര് ബ്രിസ്റ്റൂസ് ഇംഗ്ലീഷ് മാസ്റ്ററി എന്നാണ്. ഈ കോഴ്സിലൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ നിലവിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടല്ലോ, അതിൽ നിന്നും ഒരു മാസ്റ്ററി ലെവലിലേക്ക് നിങ്ങളുടെ ലാംഗ്വേജിനെ ഇമ്പ്രൂവ് ചെയ്യും. 6 മന്ത് ഡ്യൂറേഷനുള്ള കോഴ്സാണ്. 6 മന്ത് എന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ട. കാരണം നിങ്ങൾക്ക് ഈ കോഴ്സ് കൊണ്ട് ലഭിക്കുന്ന ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നോർമലായിട്ട് കിട്ടണമെങ്കിൽ 15-20 വർഷത്തെ നിരന്തരമായിട്ടുള്ള പരിശീലനം ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു അറിവിനെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കുണ്ടാക്കിയെടുക്കാൻ, പരിശീലിക്കാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് ബ്രിസ്റ്റൂസ് ഇംഗ്ലീഷ് മാസ്റ്ററി കോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതായത് വൈ BEM, ദാറ്റ് മീൻസ് ബ്രിസ്റ്റൂസ് ഇംഗ്ലീഷ് മാസ്റ്ററി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കോഴ്സ് ചെയ്യണ്ടേ എന്ന് ആലോചിക്കേണ്ടത്. ഭാഷാ ഗവേഷകരായിട്ടുള്ള ആളുകൾ പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേവലം ഹായ് ഹലോ എന്ന് പറയുന്ന ഇംഗ്ലീഷ് അല്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ബേസിക് കമ്മ്യൂണിക്കേഷൻ അല്ല യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ. അത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 6 ഡൊമൈൻസുകൾ ഉൾക്കൊള്ളുന്നതാണ്. മീൻസ് ഒന്ന്, എവ്രിഡേ കമ്മ്യൂണിക്കേഷൻ. നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ സംസാരിക്കുന്നത്, ഹായ് ഹലോ എന്ന് പറയുന്നതും വിശേഷങ്ങൾ ചോദിക്കുന്നതും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് ഡെയിലി കോൺവെർസേഷൻ, അതല്ലെങ്കിൽ എവ്രിഡേ കമ്മ്യൂണിക്കേഷനാണ്. ഈ ഒരു വീഡിയോ കാണുന്ന 90% ആളുകളും ഒരുപക്ഷെ ഈ ഒരു കാറ്റഗറിയിൽ, അതായത് അത്യാവശ്യം എനിക്ക് എവ്രിഡേ കമ്മ്യൂണിക്കേഷനിൽ ഞാൻ കൊള്ളാം എന്ന് വിശ്വസിക്കുന്ന ആളായിരിക്കും. പക്ഷേ എവ്രിഡേ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് മാത്രം എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇംഗ്ലീഷ് ബേസിക്കായിട്ട് സംസാരിക്കുന്ന ആളുകളെ, ഒരാളെ കാണുമ്പോൾ വിശേഷം ചോദിക്കാനും അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ റിക്വസ്റ്റ് നടത്താനും പറയാനും ഒക്കെ പറ്റുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പലപ്പോഴും ഒരു വിഷയത്തെക്കുറിച്ച് 4 ആളുകളുടെ മുമ്പിൽ ഒരാശയം അവതരിപ്പിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ സാധിക്കണമെന്നില്ല. ഉദാഹരണം, ഇപ്പോൾ നാളെ ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 15 നിങ്ങളോടൊരു സ്പീച്ച് നടത്താൻ പറയുകയാണ്. നിങ്ങൾക്ക് സാധിക്കുമോ? ജസ്റ്റ് നിങ്ങൾ സ്വന്തം ആലോചിക്കുക. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഒരു വേദിയിൽ വന്നിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ, ഒരു സ്പീച്ച് നടത്താൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സ്വയം ചിന്തിക്കുക. അല്ലെങ്കിൽ ഒരു പുസ്തകം, ഒരു നോവൽ നിങ്ങൾ വായിക്കുകയാണ്. അത് വായിക്കുന്ന സമയത്ത് ഈസിയായിട്ട് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു ഡിബേറ്റിൽ പങ്കെടുക്കണം. നിങ്ങളുടെ ഉള്ളിലുള്ള ആശയത്തെ അവിടെ പ്രസൻറ്റ് ചെയ്ത് ആ ഡിബേറ്റിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ചയിൽ നിങ്ങളെ വിളിക്കുകയാണ്, ഇംഗ്ലീഷിൽ നിങ്ങളോടൊരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇങ്ങനെയൊക്കെ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാസ്റ്ററി ഉണ്ട്. അതായത് ഈ പറയുന്ന മറ്റ് ഡൊമൈൻസ് കൂടി നിങ്ങൾ അക്വയർ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എവ്രിഡേ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ റീഡിങ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ പുസ്തകങ്ങളും ന്യൂസ് പേപ്പറുകളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവണം. ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എഴുതപ്പെടുന്ന ഒരു മാധ്യമമാണ്. അത് വായിച്ചിട്ട് അതിൻ്റെ വാർത്ത നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഭാഷയുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുപോലെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് പലപ്പോഴും പാരഗ്രാഫ്സോ എസ്സേസോ ഒക്കെ എഴുതേണ്ടതായിട്ട് വരാം. അത് എഴുതാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള ഭാഷ നമുക്കുണ്ടാവേണ്ടതുണ്ട്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ,
പലപ്പോഴും സ്പീച്ചസ്, പ്രസൻറ്റേഷൻ, ലെക്ചേഴ്സ്, ഒരു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ നിന്നൊരു ആശയത്തെക്കുറിച്ച് 4 വാക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു സദസ്സിൻ്റെ മുമ്പിലിരുന്ന് നിങ്ങളുടെ ഉള്ളിലെ ആശയത്തെ പ്രസൻറ്റ് ചെയ്യാനോ സാധിക്കില്ലെങ്കിൽ നമുക്ക് ഭാഷയുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുപോലെ ഇൻ്റലക്ച്വൽ കമ്മ്യൂണിക്കേഷൻ, പലപ്പോഴും ഡിബേറ്റ്, ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ട് നമുക്ക് നമ്മുടെ ആശയങ്ങൾ പറയേണ്ടതായിട്ട് വരും. അതും കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. അടുത്തത് അഡ്വാൻസ്ഡ് ആൻഡ് ലിറ്റററി കമ്മ്യൂണിക്കേഷൻ. അത് സൂചിപ്പിക്കുന്ന പോലെ എല്ലാവർക്കും വേണമെന്നില്ല, അതൊരു അഡ്വാൻസ്ഡ് ലെവലാണ്. അതായത് വല്ല കഥയോ നോവലോ സാഹിത്യമൊക്കെ എഴുതാനോ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാനോ നിരൂപിക്കാനോ ഒക്കെ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് ഈ പറയുന്നൊരു സ്കില്ലും വേണം. ഈ സ്കില്ലുകളെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഗതി പൂർത്തിയാവുന്നത്, അതല്ലെങ്കിൽ അതിൽ ഇംഗ്ലീഷ് മാസ്റ്ററി ഉണ്ട് എന്ന് പറയുന്നത്. കേവലം ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനപ്പുറം ഇതുപോലത്തെ സ്കില്ലുകൾ കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന ഈ കോഴ്സ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഈ കോഴ്സിൻ്റെ പ്രസക്തി. നമ്മളുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പറഞ്ഞ സ്കില്ലുകളാണ്. നിങ്ങൾക്കൊരു വിഷയത്തെക്കുറിച്ച് ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനും പത്രവും പുസ്തകങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് വായിക്കാനും ഒക്കെ സാധിക്കും. മാത്രമല്ല കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ തയ്യാറെടുക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഗുണകരമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് ദ സിലബസ് ഓഫ് ദിസ് കോഴ്സ്. ഈ കോഴ്സിൻ്റെ സിലബസ് എന്താ? നേരത്തെ ഞാൻ പറഞ്ഞ 6 ഡൊമൈൻസും കമ്മ്യൂണിക്കേഷനെ സമഗ്രമായിട്ട് നമുക്ക് ആർജിച്ചെടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നല്ലേ? വളരെ സിമ്പിളാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. വളരെ ലളിതമായി പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് 3000+ ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി വൊക്കാബുലറി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. ഇംഗ്ലീഷിൽ 1.25 ലക്ഷത്തിലധികം വാക്കുകളുണ്ട് എന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നു. ആ വാക്കുകളൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബേസിക്കായിട്ട് ഇതുപോലെയുള്ള ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ TV ചാനലിലെ ഇൻ്റർവ്യൂസ്, ഇതൊക്കെ കാണാനും മനസ്സിലാക്കാനും നമുക്ക് സ്പീച്ച് നടത്താനും ഒക്കെ നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി ലാംഗ്വേജാണ്. ആ ലാംഗ്വേജിൽ ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന 3000 വൊക്കാബുലറിയാണ്. ആ വൊക്കാബുലറിയെ വളരെ കൃത്യമായിട്ട് നമ്മൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. അത് പ്രാക്ടിക്കലായി വിത്ത് ദ എക്സാമ്പിൾ ഓഫ് ന്യൂസ് ഹെഡ്ലൈൻസ് അല്ലെങ്കിൽ മറ്റ് ആർട്ടിക്കിളിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടി കൊളക്കേഷൻ പ്രാക്ടീസ് ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളെ പ്രാക്ടിക്കലായി ഈ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കേവലം വാക്കും അതിൻ്റെ അർത്ഥം മാത്രം പഠിക്കുകയല്ല, അത് ഏത് കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൂടി നമ്മൾ പഠിക്കുകയാണ്. മാത്രമല്ല എല്ലാ വാക്കുകളും അല്ല നമ്മൾ പഠിക്കുന്നത്. ഈ പറയുന്ന ജേർണലിസ്റ്റുകൾ അല്ല റൈറ്റേഴ്സ്, അവർ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു കൂട്ടം വാക്കുകളുണ്ട്. അതും മാത്രം കൃത്യമായി പഠിച്ചാൽ ഏത് ബുക്കും ഈസിയായിട്ട് വായിക്കാം, ഏത് പത്രവും ഈസിയായിട്ട് വായിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്പീച്ചും മനസ്സിലാക്കുക മാത്രമല്ല നിങ്ങൾക്ക് നടത്താനും സാധിക്കും. ഒപ്പം ഒരു 300+ ജേർണലിസ്റ്റിക് ഫ്രേസസ് ഉണ്ട്. പത്രങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന കുറേ ഫ്രേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിൽ കാര്യങ്ങൾ കോംപ്രഹെൻഷൻ വളരെ പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ജേർണലിസ്റ്റുകൾ ഉപയോഗിക്കുന്ന കുറേ ഫ്രേസസ് ഉണ്ട്. അതിൽ ഇഡിയംസ് വരാം, അല്ലെങ്കിൽ സാധാരണ ഫ്രേസസ് വരാം. അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കൃത്യമായി ലിസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഞാൻ ഈ പറഞ്ഞ കോഴ്സ്. 20 hours സ്പെഷ്യൽ ഗ്രാമർ ഫോർ റൈറ്റിങ്ങിന് ഉള്ള ഗ്രാമർ. അത് ജസ്റ്റ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നമ്മൾ പഠിക്കുന്ന ഗ്രാമർ അല്ല, മറിച്ച് കമ്മ്യൂണിക്കേഷൻ ആവശ്യമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്രാമർ. അതിൽ പ്രപ്പോസിഷൻ്റെ ഉപയോഗങ്ങളുണ്ട്. ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ടു എന്ന് പറയുന്ന വാക്കിൽ TO2 ഒരു പ്രപ്പോസിഷനാണ്. പക്ഷേ ടു എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ന്യൂസ് പേപ്പറിലേക്ക് വാർത്തയൊക്കെ എഴുതുമ്പോൾ ഫ്യൂച്ചർ പറയാൻ വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷിൽ. ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എക്രോസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ, എക്രോസ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എല്ലാവരും മനസ്സിൽ പെട്ടെന്ന് വരിക കുറുകെ, അല്ലെ? എക്രോസ് ദ റോഡ്, എക്രോസ് ദ കൺട്രി. അപ്പോൾ എക്രോസ് എന്ന് പറഞ്ഞാൽ കുറുകെ എന്നാണ് നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. എങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ആംഗിളിലേക്ക് വരുമ്പോഴേക്കും അതിന് വേറെയും ചില അർത്ഥങ്ങളാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എക്രോസ് ദ കൺട്രി, രാജ്യത്തിന് കുറുകെ എന്ന് പറയാൻ സാധിക്കില്ല. ഐ ട്രാവൽ അക്രോസ് ദ കൺട്രി, ഞാൻ രാജ്യത്തുടനീളം സഞ്ചരിച്ചു എന്നാണ്. അപ്പോൾ അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഈ പ്രപ്പോസിഷൻ്റെ കാര്യത്തിലുണ്ട്. അപ്പോൾ 20 മണിക്കൂറോളം ദൈർഘ്യമുള്ള റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റീവ് ആംഗിളുള്ള ഗ്രാമർ നമ്മൾ ഈ പറയുന്ന കോഴ്സിൽ പരിശീലിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ നിങ്ങൾക്ക് ഒരു അഡീഷണൽ സെഷൻ, അതായത് ഒരു കോംപ്ലിമെൻ്ററി സെഷൻ, 100 വാർത്തകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ വാർത്ത വായിക്കാൻ തരും. അതായത് ന്യൂസ് പേപ്പർ കട്ടിങ്സ് തരും. ഈ ന്യൂസ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കുറേ കാലത്തെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ചില പ്രത്യേക ഏരിയകളെ ബേസ് ചെയ്തിട്ടാണ്. ഈ 100 വാർത്തകളിൽ അപകടവുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്, പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്, പൊളിറ്റിക്കൽ ന്യൂസ് ഉണ്ട്, ഇൻ്റർനാഷണൽ ന്യൂസ് ഉണ്ട്, സാഹിത്യവുമായി ബന്ധപ്പെട്ടതുണ്ട്, സ്പോർട്സ് ഉണ്ട്, ബിസിനസ് ഉണ്ട്. ഇങ്ങനെ സർവ്വ മേഖലകളെയും സ്പർശിക്കുന്ന 100 ഇംഗ്ലീഷ് പത്രങ്ങളിൽ നിന്നുള്ള 100 വാർത്തകളെ നമ്മൾ പ്രത്യേകം എടുത്ത് ഓരോ ദിവസം അത് വായിക്കാൻ തരികയും
ആ ന്യൂസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി ഒരു ലൈവ് ഇൻട്രാക്റ്റീവ് ഡിസ്കഷനും ഉണ്ട്. ഇത് കോംപ്ലിമെൻ്ററി സെഷനാണ്, കമ്പൽസറി അല്ല. പക്ഷേ ഈ കോഴ്സിൻ്റെ കൂടെ ഇതുകൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ലാംഗ്വേജിനെ ഒരു പ്രാക്ടിക്കൽ ആംഗിളിൽ മനസ്സിലാക്കാൻ പരിശീലിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. ഈ 100 വാർത്തകളെയും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ PDF-ഉം നോട്ട്സും നിങ്ങൾക്ക് തരും. 100 വാർത്തകൾ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ വൊക്കാബുലറികളുടെയും ഫ്രേസസിൻ്റെയും മീനിങ്സ് ഉൾപ്പെടെയുള്ള പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള PDF നോട്ട്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു സിലബസ്. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതാണ്. ഹൂ ഈസ് BM4, അതായത് ആർക്കാണ് ബ്രിസ്റ്റൂസ് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന ഈ കോഴ്സ് ആവശ്യമായിട്ടുള്ളത്, നിങ്ങൾക്കത് ആവശ്യമാണോ എന്നുള്ളതാണ്. നോക്കി, ഞാനിവിടെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ട്രെയിനേഴ്സ്, എഡ്യൂക്കേറ്റേഴ്സ്, ടീച്ചേഴ്സ്, ലെക്ചേഴ്സ്, ബിസിനസ് പ്രൊഫഷണൽസ്, ഓൺട്രപ്രിനേഴ്സ്, പൊളിറ്റീഷ്യൻസ്, പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ്സ്. പൊളിറ്റീഷ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് പല മേഖലകളിലും ഏറ്റവും പ്രശസ്തരായിട്ടുള്ള പല മേഖലയിലുള്ള പല പൊളിറ്റീഷ്യൻസും പല സെലിബ്രിറ്റീസും ഈ കോഴ്സുകൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജേർണലിസ്റ്റേഴ്സ്, മീഡിയ പ്രൊഫഷണൽസ്, ഒത്തിരി ജേർണലിസ്റ്റുകൾ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ്, എക്സാം ആസ്പിരൻസ്, അതായത് IAS, IPS, സിവിൽ സർവീസൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ല ഭാവിയിൽ, സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അവരിപ്പോഴേ ഈ കോഴ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ വിജയം ഉറപ്പാണ്. അതായത് UPSC പോലെയുള്ള വലിയ പരീക്ഷകളൊക്കെ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അവരുടെ മെയിൻസ് പേപ്പർ എന്നൊക്കെ പറഞ്ഞാൽ മുഴുവനും essays എഴുതാൻ കഴിയണം. അവരുടെ ഉള്ളിലുള്ള ആശയത്തെ ഏറ്റവും മനോഹരമായ ഭാഷയിലേക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ ഏതൊരു കുട്ടിക്കും ഫ്യൂച്ചറുള്ളൂ. അങ്ങനെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി ലാംഗ്വേജ് ഉണ്ടാവണം. അത് ഈ ലാംഗ്വേജ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടില്ല, ഇത് എക്സ്പീരിയൻസിലൂടെ മാത്രം കിട്ടുന്നതാണ്. അതിനെയാണ് നമ്മളിവിടെ ഒരു ക്യാപ്സ്യൂളായിട്ട് തരുന്നത്. അതിൽ ജോബ് സീക്കേഴ്സ്, വർക്കിംഗ് പ്രൊഫഷണൽസ്, പബ്ലിക് സ്പീക്കേഴ്സ്, പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്, ന്യൂസ് പേപ്പറും ബുക്കും വായിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, എനിവൺ ഹു വാണ്ട്സ് ടു സ്പീക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ്ലി, എനിവൺ ഹു വാണ്ട്സ് ടു റീഡ് ദ ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ് ആൻഡ് അഡ്വാൻസ്ഡ് ടെക്സ്റ്റസ്. പലപ്പോഴും ലീഗലായിട്ടൊക്കെയുള്ള പല കാര്യങ്ങളും LLB-കാർക്കൊക്കെ പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നൊരു കാര്യമാണത്. നമ്മുടെ ലേണേഴ്സിൽ ഒത്തിരി ആൾക്കാർ LLB ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ ലെവലിലുള്ള ലാംഗ്വേജ് നിർബന്ധമാണ്. അതുപോലെ എനിവൺ ഹു വാണ്ട്സ് ടു റൈറ്റ് ആൻഡ് ഡെലിവർ എഫക്റ്റീവ് സ്പീച്ചസ്, ഏറ്റവും മനോഹരമായിട്ട് പ്രസംഗം നടത്താനും ചർച്ചയിൽ പങ്കെടുക്കാനും ആശയങ്ങൾ അവതരിപ്പിക്കാനൊക്കെ ആവശ്യമായ എല്ലാ തുറയിൽപ്പെട്ട ആൾക്കാർക്കും ഇംഗ്ലീഷ് ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാവരും ജീവിതത്തിൽ ഒരിക്കൽ ചെയ്തിരിക്കേണ്ട ഒരു കോഴ്സാണ്. ഇതിനൊപ്പം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലായിട്ട് കിട്ടാൻ പോകുന്നത്, ഒന്ന്, എല്ലാ ദിവസവും നടക്കുന്ന ക്ലാസ്സിൻ്റെ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണാൻ പാകത്തിന് ലൈഫ് ലോങ് ആയിട്ട് റെക്കോർഡായിട്ട് കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻ ആയതുകൊണ്ട് തന്നെ ഇത് പങ്കെടുക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. നിങ്ങൾക്ക് റെക്കോർഡർ കാണണമെങ്കിൽ എല്ലാം റെക്കോർഡറായിട്ട് അവൈലബിൾ ആണ്. നിങ്ങളുടെ അതേ ക്ലാസ് നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവർക്കൊക്കെ കാണുന്ന രൂപത്തിലേക്ക് റെക്കോർഡറായിട്ട് കിട്ടും. ഇതിന് പുറമെ ഒരു പ്രിൻറ്റഡ് സ്റ്റഡി മെറ്റീരിയലായിട്ട് വേർഡ് മാസ്റ്റർ ഇൻ 30 വീക്സ്, അതായത് നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അത് 30 വീക്കാണ്. ആ 30 ആഴ്ച ദൈർഘ്യമുള്ള കോഴ്സിൻ്റെ മുഴുവൻ കണ്ടൻറ്റും ഒരു പുസ്തകമാക്കി പബ്ലിഷ് ചെയ്തിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടും. അതായത് ഒരു സെൽഫ് സ്റ്റഡി മെറ്റീരിയലാണ്. ഈ കോഴ്സ് ഇല്ലാതെയും നിങ്ങൾക്ക് ഈ പുസ്തകം വെച്ച് മാത്രവും പഠിക്കാൻ സാധിക്കും. പക്ഷേ കോഴ്സിൽ നിന്ന് വേറെയും അഡീഷണലായിട്ട് കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഈ കോഴ്സും ഈ ബുക്ക് കൂടിയാണ് നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കുന്നത്. ഈ പുസ്തകം നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല വരുന്ന ജനറേഷൻ ഉൾപ്പെടെ ഇത് കൈമാറാൻ സാധിക്കുന്ന തരത്തിലുള്ള വലിയ ഒരു അസറ്റാണ്, ഒരു ട്രഷറാണ് ഈ പുസ്തകം. ഒരു യുണീക്കായിട്ടുള്ള ഒന്നാണ്. ഇതുപോലെ ഈ പുസ്തകം മാത്രമേ ഉള്ളൂ. ഇതുപോലെ വേറൊരു പുസ്തകം നിങ്ങൾക്ക് ലഭിക്കുകയുമില്ല. ഹൗ ക്യാൻ യു ജോയിൻ ബ്രിസ്റ്റൂസ് ഇംഗ്ലീഷ് മാസ്റ്ററി കോഴ്സ്? ഈ കോഴ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യാം? വളരെ സിമ്പിളാണ്. 9037990442 എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ 8th ബാച്ച് എന്നോ ജസ്റ്റ് 8th ബാച്ചിന് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അതല്ലെങ്കിൽ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് ഒരു മെസ്സേജ് ഇട്ടാൽ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. കാരണം പുതിയ ബാച്ച് ഇതാ സ്റ്റാർട്ട് ചെയ്യണം. സാധാരണ വർഷത്തിലൊരിക്കലാണ് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ബാച്ച് തീരുമ്പോഴേക്ക് തന്നെ കാലം കുറേ കഴിയും. അതുകൊണ്ട് ഇപ്പം തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല, സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിലും കുഴപ്പമില്ല, ഇതിന് പ്രായമില്ല. എൻ്റെ ലേണേഴ്സിൽ പല ആളുകളും 70+ ആണ്. 70, 71, 75, 76 വയസ്സൊക്കെയുള്ള ഒത്തിരി ആളുകൾ നമുക്കുണ്ട്. വളരെ ആക്റ്റീവായിട്ട് അവർ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഏത് പ്രൊഫഷനാണ് എന്നുള്ളതല്ല, നിങ്ങൾക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണോ എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു കോഴ്സാണ്. എല്ലാവർക്കും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടും. അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ കോഴ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുക കൂടി ചെയ്യുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.